ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബീട്രൂട്ട് അച്ചാറാണ് ഞാൻ തയ്യാറാക്കുന്നത്. എങ്ങനെയാണ് എന്ന് നോക്കാം. അതിനായി കട്ട് ചെയ്തെടുത്ത ബീട്രൂട്ടാണിത്. ഇത് 3 കപ്പ് ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിന് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, നല്ല എണ്ണ. ഇത് ഒന്ന് ചൂടാകാനായി വെയിറ്റ് ചെയ്യാം. ഇപ്പോഴിത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി ഒരു 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ എടുക്കുന്ന ബീട്രൂട്ടിൻ്റെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി കളർ ചേഞ്ച് ഒന്നും വരേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒരു ചെറിയ ഒരു കളർ ചേഞ്ച് വന്നാൽ മതി. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ചെറിയ കളർ ചേഞ്ചൊക്കെ വന്നു. അടുത്തതായി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ബീട്രൂട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബീട്രൂട്ടിൻ്റെ അളവ് ചെറുതായും വലുതായും ചെയ്തെടുക്കാം. ചെറുതായി കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. ഇതിലേക്ക് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ബീട്രൂട്ടിലുള്ള വെള്ളം മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ചെറുതായി കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ബീട്രൂട്ട് വെന്ത് വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും. അതുകൊണ്ട് മൂടി വെച്ച് ഒന്ന് നമുക്ക് വേവിപ്പിച്ചെടുക്കാം. മൂടി വെച്ചാൽ പെട്ടെന്ന് അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ബീട്രൂട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ബീട്രൂട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂടി വയ്ക്കുമ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് വെന്ത് കിട്ടും. ആകെ ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി ആയിരുന്നു ഇത്. ഇതിൽ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിത് കളറിന് വേണ്ടി മാത്രമാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണിത്. അതുകൊണ്ട് എരിവ് അത്രമാത്രമേ വേണ്ടുകയുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് പുളിവിന് ആവശ്യമായിട്ടുള്ള വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് ഒന്ന് ടേസ്റ്റ് നോക്കി വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് നോക്കി കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിവും എരിവും ഒക്കെ കണക്കാണ്. ഉപ്പ് കുറച്ച് കുറഞ്ഞത് കൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബീട്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് തയ്യാറാക്കുന്ന സമയത്ത് വെള്ളമില്ലാത്ത പാത്രത്തിലൊക്കെ തയ്യാറാക്കിയെടുത്താൽ നമ്മുടെ അച്ചാർ കേടുകൂടാതെ നിൽക്കുന്നതായിരിക്കും. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരെ താങ്ക് യു.